അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മട്ടൻ ദം ബിരിയാണിയുമായിട്ടാണ്. എളുപ്പത്തിൽ മട്ടൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മട്ടനാണ്. അത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 7 സവാള, 4 വലിയ തക്കാളി, 4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 10 പച്ചമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇത് മസാലയ്ക്ക് ആവശ്യമായതാണിത്. ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായി മൊരിഞ്ഞു വരുന്ന ടൈം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നു വന്നാൽ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ഉള്ളിയും കൂടുതൽ വഴന്നു വരേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് ഇളക്കിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി കൊടുത്ത് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്ത് വിസിലടിപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ അടിച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ അടിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ മട്ടൻ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. മട്ടനിൽ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3 സ്പൂൺ തൈരിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം.
പിന്നീട് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈം ഉപ്പ് നോക്കി ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബിരിയാണിക്ക് വേണ്ടിയുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇവ പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് പൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. പിന്നീട് ഇതിലേക്ക് സവാള ഇട്ട് പൊരിച്ചെടുക്കാം. സവാള എല്ലാം ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാം. എന്നാലേ എല്ലാം ഒരുപോലെ പൊരിഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ സവാള എല്ലാം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള പൊരിയാൻ പാടില്ല, അപ്പോൾ ചോറിൻ്റെ കളറ് മാറും. ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 6 കപ്പ് വെള്ളം ഒഴിക്കാൻ കാരണം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം അരമുറി ലെമൺ കൂടി പിഴിഞ്ഞു കൊടുക്കാം.
ഇനി വെള്ളം നന്നായി തിളച്ച് വരുന്നത് വരെ മൂടി വെക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇത് വെള്ളം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി മൂടി കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിലാക്കി 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കാം. ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. ഇത് നന്നായി നിരത്തി കൊടുത്ത ശേഷം മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ശേഷം പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. അതിന് വേണ്ടി അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായി കവർ ചെയ്ത് ഇതിൻ്റെ ആവി പുറത്തു പോവാത്ത വിധത്തിൽ മൂടിക്കൊടുക്കാം. ഇനി 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയോട് കൂടിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.